അല്ലേ? അതിനകത്തൊരു ബെനിഫിറ്റ് കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ബാങ്ക് ഓൾമോസ്റ്റ് എല്ലാ ബാങ്കും പിന്നെ നാഷണലൈസ്ഡ് ബാങ്കും ചെയ്യാൻ പറ്റും. നാഷണലൈസ്ഡ് ബാങ്കിലും ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ലോൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ചിലർ വേറെ സർവീസും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നാണ്. സർവീസും പാർട്സും എല്ലാം കിട്ടും, അങ്ങനത്തെ ഒന്നും പഠിക്കേണ്ട. സർവീസ് ഹിസ്റ്ററി ഉണ്ട്, അതും എടുക്കാം. സീറോ ക്ലെയിമിൽ ഒരു അടിപൊളി വണ്ടിയാണ്. 2017 ഫോർഡ് ആസ്പയർ ആണ്, സെഡാൻ കാറ്റഗറി വാഹനമാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ മേരാക്കാസിൽ വെച്ചിട്ടാണ്, കോഴിക്കോട് ജില്ലയിലുള്ള മേരാക്കാസിൽ വെച്ചിട്ട്. നമുക്ക് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഉള്ളത് അർജുനാണ്. സ്വാഗതം. ഓക്കെ, അപ്പോൾ മേരാക്കാസിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വെസ്റ്റ് ഹിൽ അത്താണിക്കലാണ്, കോഴിക്കോട്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം അല്ലേ? ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട്. പിന്നെ നമുക്ക് ഒരു സഫാരിയുടെ ഒരു സഫാരി ഉണ്ട്, നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ സഫാരി, ബാക്കി ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, 2 വർഷം വരെ വാറണ്ടി ലഭിക്കുന്ന വാഹനങ്ങളും അതേപോലെ റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാ വാഹനത്തിനും കൊടുക്കുന്നുണ്ട്. എല്ലാവരും അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാ പ്രൊസീജിയറിനും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും കാലം കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ഇപ്പോൾ ഏകദേശം 6 ലക്ഷത്തിൻ്റെ അടുത്ത് എത്താൻ പോവാണ്. അടുത്തൊരു ഫാമിലി ആയതും ഇത്ര ആളും സിംഗിൾ ആയിരുന്നു, ഇപ്പോൾ കമ്മിറ്റഡ്. അതെ, ഓക്കെ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, മറന്നു വേണ്ട. ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അർജുന് ടാറ്റ സഫാരി കാണിക്കാൻ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ തുടക്കത്തിൽ തന്നെ അതങ്ങ് ആയിക്കോട്ടെ അല്ലേ? ഇത് എവിടെയാണ് രജിസ്ട്രേഷൻ വരുന്നത്? രജിസ്റ്റർ ചെയ്തില്ല, അതാണ് ഞാൻ പറഞ്ഞത്. രജിസ്റ്റർ ചെയ്തില്ല. ഓക്കെ, നമ്മളെ കുഷാക്ക് കാണിച്ചില്ല. അൺരജിസ്റ്റേർഡ് ഒരു ടാറ്റ സഫാരിയാണ്. പറഞ്ഞോളൂ. 2021 ഏറ്റവും ടോപ്പ് 21 മോഡലാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ല അല്ലേ? രജിസ്റ്റർ ചെയ്തില്ല. ഇനിയിപ്പം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് സിംഗിൾ ഓണർ, ഫസ്റ്റ് ഓണറിലേക്ക് മാറാം നിങ്ങൾക്ക്. ആ രജിസ്ട്രേഷൻ ഡേറ്റ് മുതൽ 15 വർഷത്തേക്കുള്ള ടാക്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് കിട്ടുക. 21 മുതലുള്ള നിങ്ങൾ എന്ന് രജിസ്റ്റർ ചെയ്യുന്നു അന്ന് മുതലുള്ള കാര്യങ്ങളാണ് വണ്ടിക്ക് ലഭിക്കാൻ പോകുന്നത്. വാറണ്ടി കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ? അതിനകത്തൊരു ബെനിഫിറ്റ് കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ബാങ്ക് ഓൾമോസ്റ്റ് എല്ലാ ബാങ്കും പിന്നെ നാഷണലൈസ്ഡ് ബാങ്കും ചെയ്യാൻ പറ്റും. നാഷണലൈസ്ഡ് ബാങ്കിലും ലോൺ ചെയ്യാൻ പറ്റും ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2021 മോഡൽ ഇതേത് ഓപ്ഷൻ ഏതാ? ഇത് XT പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഡീസൽ ഡീസൽ എക്സെഡ് പ്ലസ് ഏറ്റവും ടോപ്പ് ഉണ്ട്. എക്സെഡ് പ്ലസ് ഏറ്റവും ടോപ്പ് ഉണ്ട്. ഡെമോ വണ്ടികൾ ഏറ്റവും ടോപ്പാണ്. ഓക്കെ, സൺറൂഫും കാര്യങ്ങളൊക്കെ, പനോരമിക് സൺറൂഫ് ആട്ടോ, എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു 7 സീറ്റർ വാഹനമാണ് ടാറ്റ സഫാരി. ഫസ്റ്റ് ഓണർ നിങ്ങളാവാൻ പോവാണ്. ഫസ്റ്റ് ഓണർ അല്ലേ? ആരും ഫ്രഷ് നോക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. അത് പ്രൈസും കൂടെ കമ്പയർ ചെയ്യണം. പ്രൈസും കൂടി കമ്പയർ ചെയ്യാം. എത്ര കൊടുക്കാം? 17,50,000 രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷമുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ്? അല്ല, നമ്മുടെ പ്രൈസാണ് വരിക. ഇനിയിപ്പോൾ ടാക്സ് കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രൈസും കൂടി വരും. ഓക്കെ, 17,50,000 രൂപയ്ക്ക് 2021 അൺരജിസ്റ്റേർഡ് ടാറ്റ സഫാരി ഫുൾ ഓപ്ഷൻ വാഹനം നിങ്ങൾ കൊണ്ടുപോകും. മാനുവൽ ഡീസൽ വാഹനമാണ്. ഒരു 13-14 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് ഉണ്ടാവില്ല ലോങ്ങൊക്കെ. ഓക്കെ, ഏകദേശം മൈലേജും കിട്ടും. വേറെ ഒന്നുമില്ലല്ലോ, ക്ലെയിമോ കാര്യങ്ങളൊന്നും. ഫുൾ നീറ്റാക്കി കൊടുക്കാമല്ലോ. ഇപ്പോൾ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് റോഡിൽ നിന്നുള്ള ക്ലീനായി പോളിഷ് ചെയ്ത് ഓൾമോസ്റ്റ് നമ്മളെ വണ്ടികളെല്ലാം നീറ്റാക്കിയിട്ടാക്കും. ഓക്കെ, അപ്പോൾ 17,50,000 രൂപയ്ക്ക് 2021 ഇതുവരെ ഓണർഷിപ്പ് ആവാത്ത ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏറ്റവും ഫുൾ ഓപ്ഷൻ സഫാരി. ഫുൾ ഓൺ, ഏകദേശം ഫുൾ ഓൺ അല്ല, മാക്സിമം ലോൺ ഡിമിനിഷിൽ കൊടുക്കാം. നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡിമിനിഷിൽ കൊടുക്കും. അടുത്തത് ഒരു അടിപൊളി റെഡ് കളറുള്ള ടാറ്റ ടിയാഗോ ആണ്. ന്യൂ ഷേപ്പ് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനം. KL18 വടകര രജിസ്ട്രേഷൻ അല്ലേ? സിംഗിൾ ഓണർ വാഹനം. ഓക്കെ, പറഞ്ഞോളൂ. ഓട്ടോമാറ്റിക് ആട്ടോ. MT ആണ്, ഗിയർ ബോക്സ് വരിക. 2021 മോഡൽ. ഓക്കെ, 21 മോഡൽ 11 സംതിങ് ഓടിയതായിരുന്നു. അത്ര ഓടിയുള്ളൂ. 3 വർഷം ലോ കിലോമീറ്റർ. നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കും. സിംഗിൾ ഓണർഷിപ്പ്. ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ബമ്പേഴ്സിന്, ബാക്കി നീറ്റാണ്. ഓക്കെ, വേറെ ഒന്നും കയറിയില്ല അല്ലേ? തട്ടോ റീപെയിൻ്റ് ഒന്നും കയറിയില്ല, ബോഡിയിലേക്ക് കയറിയില്ല, ഒന്നുമില്ല. പിന്നെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഓപ്ഷനാണ്, ഏറ്റവും ടോപ്പാണ്. റിവേഴ്സ് ക്യാം, ടച്ച് സ്ക്രീന്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? 4 പവർ വിൻഡോസ്, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ്. ഓക്കെ, KL18 വടകര രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. നല്ലൊരു അടിപൊളി റെഡ് കളറുമാണ് അല്ലേ? റെഡ് കളർ. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇത് 6,20.
6,20,000 രൂപയ്ക്ക് 2021 വെറും 11,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏകദേശം ഒരു 14 to 17 റേഞ്ച് മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക്കലി മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. സേഫ്റ്റി ഉണ്ട്. 5 സ്റ്റാർ. ഓക്കെ. അത്രേ ലോണ് മാക്സിമം നമുക്ക് 85 to 90 വരെ എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ലോ കിലോമീറ്റർ അല്ലേ? അടുത്തത് ഫോർഡിൻ്റെ ഫിഗോ ആണ്. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതെങ്ങനെയാണ് അർജുന കാര്യങ്ങൾ? 2016 മോഡൽ, സിംഗിൾ ഓണറാ. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കിലോമീറ്റർ 53 സംതിങ് ഓടിയിട്ടുണ്ട്. ഒരു വർഷത്തിനെ സംബന്ധിച്ച് നോർമൽ കുറവാണ് കേട്ടോ. പെട്രോൾ വേരിയന്റ് ആണ്. ഓക്കെ. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് ട്രെൻഡാണ് വരുന്നത്. ട്രെൻഡ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ബ്ലൂടൂത്ത് സ്റ്റീരിയോ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് കമ്പനി. ഓക്കെ. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ക്ലെയിമോ ഒന്നുമില്ല. ഒരു നീറ്റ് വണ്ടിയാണ്. 2016 മോഡൽ ഫിഗോ ആണ്. ഓക്കെ. പെട്രോൾ മൈലേജ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഫോർഡ് വണ്ടികളെ സംബന്ധിച്ചിട്ട് കമ്പാരിറ്റീവ് കുറവാണ്. ഓട്ടം കുറവില്ലാത്ത കുറച്ചും കൂടി ബെറ്റർ ആണ്. അതെ. വേറെ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മെയിൻ്റനൻസ് കാര്യങ്ങളില്ല. ഡ്രൈവിംഗ് കംഫർട്ടാണ് വണ്ടി. ഡ്രൈവിംഗ് കംഫർട്ടും ഉണ്ട്. പിന്നെ ഫോർഡിൻ്റെ സർവീസ് ഇപ്പോഴും ഉണ്ട്. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ചില വേറെ സർവീസും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നാണ്. സർവീസും പാർട്സും എല്ലാം കിട്ടും. അങ്ങനത്തെ ഒന്നും പഠിക്കണ്ട. സർവീസ് ഹിസ്റ്ററി ഉണ്ട്, അതും എടുക്കാം. ഷോറൂം അല്ല, സർവീസ് സെൻ്ററുകൾ ഇപ്പോഴും ഉണ്ട് ഫോർഡിൻ്റെ തന്നെ. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇതിന് നമുക്ക് 360 ലാസ്റ്റ് ഫൈനൽ റേറ്റ് ആയിട്ട് കൊടുക്കും. 3,60,000 രൂപയ്ക്ക് 2016 ഫിഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 50 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പാ? സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ. ലോൺ ഒരു 3 lakh വരെ കിട്ടുമോ? ഡിസ്കണ്ടിന്യൂഡ് വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 70 നോക്കിയിട്ട് പ്രൊഫൈൽ നോക്കിയിട്ടും. പിന്നെ ഈ ഫോർഡിൻ്റെ ചില വേരിയൻസിന് ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ നേരത്തെ ഫിഗോ കണ്ടു. ഫിഗോൻ്റെ സെഡാൻ കാറ്റഗറിയാണ്. ആസ്പെർ ആണ് ഫോർഡിൻ്റെ. KL56 കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്. ഇതും പെട്രോൾ തന്നെയാണ് വണ്ടി. ഓക്കെ. മോഡൽ കാര്യങ്ങളൊക്കെ 2017 മോഡൽ. ഫുൾ ഓപ്ഷൻ ടൈറ്റാനിയം. ഫുൾ ഓപ്ഷൻ ടൈറ്റാനിയം പ്ലസ് വരുന്നില്ല ഇതിൽ? ടൈറ്റാനിയം. ഇത് ടൈറ്റാനിയ? ടൈറ്റാനിയം. ഫുള്ളിന് തൊട്ട് താഴെ. ഓക്കെ. വേറെ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ കാര്യങ്ങളോ? നീറ്റാണ് വണ്ടി. ഓക്കെ. എത്ര ഓട്ടം പോയി? 1 സംതിങ് ഓടിയിട്ടുണ്ട്. 1 സംതിങ് ഓടി. ഓക്കെ. 12 സംതിങ് ഓടിയിട്ടുണ്ട്. പിന്നെ പെട്രോൾ ഇഷ്യൂ ആയതുകൊണ്ട് പിന്നെ വേറെ മേജർ സർവീസ് കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ. പെട്രോൾ ആണ്. വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഇഷ്യൂസ് പിന്നെ ഒരു കസ്റ്റമർ നീറ്റായിട്ട് നോക്കിയതാണ്. സിംഗിൾ ഓൺഷിപ്പാ? സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. സീറോ ക്ലെയിമിൽ ഒരു അടിപൊളി വണ്ടിയാണ്. 2017 ഫോർഡ് ആസ്പെർ ആണ്. സെഡാൻ കാറ്റഗറി വാഹനമാണ്. ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? 3,40,000 നെറ്റായിട്ട് കൊടുക്കാം. 3,40,000 രൂപയ്ക്ക് 2017 ടൈറ്റാനിയം ഫോർഡ് ആസ്പെർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു അടിപൊളി വാഹനം അല്ല. വണ്ടി കണ്ടാൽ പറയില്ല എത്ര ഓടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ കസ്റ്റമർ അത്രയും നീറ്റായിട്ട് യൂസ് ചെയ്തതാണ്. സിംഗിൾ ഓൺഷിപ്പ് തന്നെ കിടക്കുകയാണ്. ഓക്കെ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കിട്ടും? ഓക്കെ. അപ്പോൾ ലോണ് എത്ര കയറും? ലോൺ ഏകദേശം ഞാൻ ഇതിൻ്റെ 70-75. ഓക്കെ. അടുത്തത് ഫോർഡിൻ്റെ തന്നെ വാഹനമാണ്. ഒരു സ്റ്റൈലിഷ് ഹാച്ച് ബാക്ക് വാഹനം. ഫോർഡ് ഫ്രീ സ്റ്റൈലാണ് അല്ലേ? ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ. ഓക്കെ. സെക്കൻഡ് ഓണർ ആണ്. 50 സംതിങ് ഓടിയതേ ഉള്ളൂ. 18 50,000 സംതിങ് ഓടിയിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിലായി. ആക്സിഡന്റ് ക്ലെയിം എന്തെങ്കിലും? ഒന്നുമില്ല. ക്ലെയിംസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഫിഗോ ഫോർഡിൻ്റെ വാറണ്ടി ഉണ്ട്. നമ്മൾ പ്രീവിയസ് കസ്റ്റമറാണ്. കസ്റ്റമർ അബ്രോഡിലേക്ക് പോവാം. ഓക്കെ. അങ്ങനെ നമുക്ക് തിരിച്ചു വന്നാൽ നമ്മളടുത്ത് തന്നെ വാങ്ങിയതാണ്. ഓക്കെ. ഫോർഡിൻ്റെ വാറണ്ടി ഇപ്പം നിലവിലുണ്ട്. ഫോർഡിൻ്റെ വാറണ്ടി ഉണ്ട് നിലവിൽ. ഓക്കെ. കമ്പനി വാറണ്ടി ഉണ്ട്. എത്ര വരെ ഉണ്ട്? എനിക്കൊന്ന് 1 ഇയർ കൂടിയുണ്ട്. വേണ്ട, നമ്മൾ ഓട്ടോകോൺ വാറണ്ടി ഓൾറെഡി പഞ്ച് ചെയ്തതാണ്. ഓക്കെ. 2 ഇയർ വാറണ്ടി നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ടൈറ്റാനിയാണ്. ഓക്കെ. ഫുള്ളിൻ്റെ തൊട്ട് താഴെ അല്ല? ഫുള്ളിൻ്റെ തൊട്ട്. ഓക്കെ. നല്ലൊരു അടിപൊളി എയർ ബാഗ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എയർ ബാഗ് 2 വരും. ഓക്കെ. ബാക്കി എലോയ് വീല് കാര്യങ്ങൾ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും. ഒരു സ്റ്റൈലിഷ് കോമ്പാക്ട് അല്ല, ഹാച്ച് ബാക്ക് ആണ്. സ്റ്റൈലിഷ് ഹാച്ച് ബാക്ക് വാഹനമാണ്. അതെ. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നല്ല പെർഫോമൻസ് ഉള്ളൊരു വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഇതിൻ്റെ പ്രൈസിങ് ഇതാകുമ്പോൾ നമുക്ക് 5,35. 5,35,000 രൂപയ്ക്ക് 2018 ടൈറ്റാനിയം ഫ്രീ സ്റ്റൈൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ലോണും നമുക്ക് ഏകദേശം 80ൻ്റെ അടുത്ത് നമുക്ക് കിട്ടും. 18 അല്ലേ? ഓക്കെ. അണ്ടർ വാറണ്ടി, കമ്പനി വാറണ്ടി തന്നെ നിൽക്കുകയാണ്. സെക്കൻഡ് ഓൺഷിപ്പുള്ള വാഹനം. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത ഒരു കോമ്പാക്ട് SUV ആണ്. ഡ്രസ്സയാണ്. KL11 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ? 2018 മോഡൽ.
ബ്രസീൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന വണ്ടിയാണ്. എന്താ? ഡീസലാണ്. ഓ, ഡീസൽ വണ്ടിയാണല്ലേ. 2018 ഏറ്റവും ടോപ്പ് ZDI പ്ലസ്. ZDI പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ 2018 അല്ലേ. അതും ലോ കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററിയിലെ 30,000 കിലോമീറ്റർ ഓടിയ ഡീസൽ. ഹിസ്റ്ററി പ്രോപ്പറാണ്. പ്രോപ്പർ ഹിസ്റ്ററി 30,000 മാത്രമേ ഓടിയുള്ളൂ. ഡീസലാണ്. എങ്ങനെ പോയാലും ഒരു 15 to 18 മൈലേജ് 20 അല്ലേ ഒക്കെ മൈലേജ് കിട്ടുന്നൊരു വാഹനം. എൻക്വയറി ഉള്ള വണ്ടിയാണ്. ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ക്ലെയിം കാര്യങ്ങളും. ഓക്കെ, ഇതിൻ്റെ സർവീസ് പറയുമ്പോൾ നമ്മൾ ഈ പീരിയോഡിക് സർവീസ് ഒക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ? വേണമെങ്കിൽ ഹിസ്റ്ററി കാര്യങ്ങൾ നമുക്ക് എടുത്തു കൊടുക്കാം. കാരണം സർവീസ് പറയുമ്പോൾ വെറും കിലോമീറ്ററിൽ മാത്രം ചെയ്താൽ പോരാ. സർവീസും കാരണം നമ്മൾ ഒരു വർഷം കിലോമീറ്റർ ആയിട്ടില്ല, ഒരു വർഷം നമ്മളിങ്ങനെ വെച്ചിട്ട് അടുത്ത കിലോമീറ്റർ ആവുന്നവരെ കാത്തു നിൽക്കരുത്. ഒരു വർഷം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചെയ്യണം അല്ലേ. 1 year ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും സർവീസ് ചെയ്തിരിക്കണം, ഓടിയാലും ഇല്ലെങ്കിലും. അങ്ങനെയൊക്കെ കറക്റ്റ് പോയിട്ടുണ്ടല്ലേ. കസ്റ്റമേഴ്സ് നമുക്ക് സർവീസ് ഹിസ്റ്ററി കാണിച്ചു കൊടുത്തിട്ട് വണ്ടി കൊടുക്കും. ഓക്കെ, അങ്ങനെ തന്നെ കൊടുക്കാം. അപാകതകളുണ്ടെങ്കിൽ ഡീസൽ പ്രസയാണ്, ലോ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് തന്നെ അത്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഇതിന് മാക്സിമം എത്ര ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്? ഏകദേശം മാരുതി വണ്ടിയല്ലേ, ഏകദേശം 85 to 90 വരെ കൊടുക്കും. 90% ലോണും കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ. ഹോണ്ട ജാസാണ് എടുത്തത്. KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷനാണ്. എങ്ങനെയാണ് അർജു കാര്യങ്ങൾ? 2019 മോഡൽ ഡീസലാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന വണ്ടിയാണ്. ഡീസലാണെങ്കിൽ പറയണ്ട, നല്ല മൈലേജ് ഉണ്ടാവും, നല്ല പെർഫോമൻസ് ആയിരിക്കും. നല്ല പെർഫോമൻസ് ആയിരിക്കും. 20 above അല്ലേ, തന്നെ പ്രതീക്ഷിക്കാം മൈലേജ്. ലോങ്ങിലേക്ക് പോകുമ്പോൾ ടൗണിൽ നിന്നൊക്കെ കളിക്കുകയാണെങ്കിൽ ഒരു 18 എന്തായാലും കിട്ടും. ഇതെന്തായാലും ഇന്നലെ വന്ന വണ്ടിയാ, നല്ല എൻക്വയറി കാര്യങ്ങളുണ്ടാവും. 2019 മോഡലാണ്. 2019 സൺറൂഫ് വരുന്നില്ല, ബാക്കി പുഷ് ബട്ടൺ കാര്യങ്ങളും അലോയ്സും എല്ലാം വരുന്ന ജാസാണ്. പിന്നെ ഹോണ്ടയുടെ വണ്ടിയായതുകൊണ്ട് തന്നെ വലിയൊരു മെയിൻ്റനൻസ് സൈഡ് പേടിക്കേണ്ട ആവശ്യമില്ല. നോർമൽ ഇതിൽ ചെയ്തുകൊണ്ട് പോകത്തുള്ള. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇതാകുമ്പോൾ നമുക്ക് 680 6,80,000 രൂപയ്ക്ക് 2019 ജാസ് VX ഡീസൽ വാഹനം കൊണ്ടുപോകാം. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, ഒരു 6 lakh ലോൺ കിട്ടോ? ട്രൈ ചെയ്ത് നോക്കാം മാക്സിമം. അമേസാണ് എടുത്തത്. ഹോണ്ടയുടെ വാഹനം തന്നെ. KL78 ഇരിട്ടി രജിസ്ട്രേഷനല്ലേ? 78 നീ കണ്ണൂർ ജില്ലക്കാരനല്ലേ? ഒരു പിടുത്തം പോലെ ഡൗട്ട് ഉണ്ട്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാ കാര്യങ്ങൾ? പിന്നെ 2019 പെട്രോളാണ്. എസ് ഓപ്ഷൻ. എസ് ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസും. സീറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ട്, പിന്നെ മിറർ അഡ്ജസ്റ്റ് വരുന്നുണ്ട്, 4 പവർ വിൻഡോസ് വരുന്നുണ്ട്, എയർ ബാഗ്, ABS, EVD എല്ലാം ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അലോയ്സ് ഇല്ല, അതേ ഉള്ളൂ. ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. അമേസ് പെട്രോള്, ലോ മെയിൻ്റനൻസിൽ നല്ലൊരു എന്താ പറയുക, ഒരു ലുക്ക് സെഡാൻ വേണമെന്നുണ്ടെങ്കിൽ, കോമ്പാക്ട് സെഡാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയൊരു മോഡലാണിത്. വേറെ മെയിൻ്റനൻസ് സൈഡ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കിലോമീറ്റർ എത്രയാ? ഇതാകുമ്പോൾ നമുക്കൊരു 53 സംതിങ് കൂട്ടിയിട്ടുണ്ട്. 53 IV ടെക് എഞ്ചിനാണ്. മൈലേജ് ഒരു 13 മുതൽ ഒരു 16, 17 വരെയൊക്കെ മൈലേജ് കിട്ടും നോക്കി കണ്ട് ഓടിച്ചാൽ. ഓക്കെ, അമേസ് അധികം സ്ലോയിൽ ഓടിക്കാൻ പാടില്ല. ഒരു മിനിമം സ്പീഡിൽ മിനിമം ടോർക്കിൽ ഓടിച്ചാൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ്. പരീക്ഷിച്ച് നോക്കി ഓരോന്ന് കണ്ടെത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? പിന്നെ നമുക്കിത് 6,10 കൊടുക്കാം. 6,10,000 രൂപയ്ക്ക് 2019 അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓട്ടോ എത്രയിൻ്റെ? ഇതിന് 53 സംതിങ്. 53. ഓക്കെ. ലോൺ എത്ര കയറും? ലോൺ ഏകദേശം നമുക്കൊരു 85 to 90 വരെ കിട്ടും. ഹ്യുണ്ടായ് i20 ആക്റ്റീവ് ആണ്. ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് ആണ് i20യുടെ. എങ്ങനെയാണ് കാര്യങ്ങൾ? 2016 പെട്രോൾ. ഓക്കെ, 61 സംതിങ് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ. എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. എയർ ബാഗ്, ABS, EBD, അലോയ്സ്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, പുഷ് ബട്ടൺ എല്ലാം വരും അല്ലേ? എല്ലാം വരും. പെട്രോളാണ്. പൊതുവേ മൈലേജ് കുറച്ച് ഷോർട്ടാണ് ഈ ഒരു സെഗ്മെന്റിന്. ഒരു 11, 13 ആ റേഞ്ച് കണ്ടാൽ. അതിൻ്റെ അകത്ത് ഒറ്റൊരു തെറ്റുണ്ട്. പിന്നെ പുഷ് ബട്ടൺ വരുന്നില്ല. പുഷ് ബട്ടൺ ഇല്ല. ആ ടൈം ഇറങ്ങുന്നില്ല. കീ ആണ്. സോറി, അപ്പോൾ കീ സ്റ്റാർട്ട് തന്നെയാണ്. 2016 മോഡൽ. ഓക്കെ, വേറെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. സിംഗിൾ ഓണറാണ്. വേറെ മേജർ ആയിട്ടുള്ള ക്ലെയിം കാര്യങ്ങളൊന്നും. ചെറിയ മാറ്റങ്ങൾ ഇത് തന്നെയാണ്. ഈ ഒരു ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ വരും. റൂഫൊക്കെ ബ്ലാക്ക് ആണ്. ഇന്റീരിയർ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ളതാണ്. ഇന്റീരിയേഴ്സ് ബ്ലാക്ക് ആണ് വരുന്നത്. ചെയ്തിട്ടുണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളല്ല വരുന്നത്. റിവേഴ്സ് ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയർ അഡീഷൻ ചെയ്തതാണ് അല്ല, ഇതിൻ്റെ അകത്താണ്. അത് കമ്പനി ഇൻബിൽഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 5,90 വരും. 5,90. ഇതിന്റെ ഓട്ടോ എത്രയാ? സോറി, എക്സ്ക്യൂസ് മീ, 4,90 വരും. 4,90. ഇതിന്റെ ഓട്ടോ എത്രയാ? 61 സംതിങ്.
61 സംതിങ് ഓടിയ വാഹനം 2016 മോഡൽ ആക്റ്റീവാണ്. 490 കൊണ്ടുപോകാം അല്ലേ? ഓക്കെ, ഒരു 4 lakh ലോൺ കിട്ടുമല്ലോ എന്തായാലും. മാക്സിമം. ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു ഓൾഡ് ഷേപ്പ് ഫോർഡ് ഫിഗോ ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. ഡീസലായത്? പെട്രോൾ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2011 മോഡൽ, സിംഗിൾ ഓണറാണ്. 89,000 കിലോമീറ്റർ. കിലോമീറ്റർ നമുക്ക് ജെന്യൂനിറ്റി പറയാൻ പറ്റുമോ? 89. 2011 സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കുകയാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ആസ്റ്റീസ് കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം. ഓക്കെ, ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ടൈറ്റാനിയം ഫുള്ളാണ് അല്ലേ? ഓക്കെ. പിന്നെ അതിൻ്റെ അകത്താകുമ്പോൾ നമുക്ക് സ്റ്റീരിയോ കാര്യങ്ങൾ എല്ലാം ഈ ഒരു പ്രൈസ് റേഞ്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 1,20,000. 1,20,000 രൂപയ്ക്ക് 2011 ടൈറ്റാനിയം ഫോർഡ് ഫിഗോ പെട്രോൾ വാഹനം കൊണ്ടുപോകാം. മെയിൻ്റെനൻസ് കുറവായിരിക്കും എന്ന് വെച്ചാൽ ഡീസൽ പോലെ മെയിൻ്റെനൻസ് കുറവാണ്. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു വണ്ടി, ഒരു 1,20,000 വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ലോണ് ഇടാൻ നോക്കണ്ട, നഷ്ടമായിരിക്കും. ലോണ് കിട്ടുമായിരിക്കും, പക്ഷേ നല്ല നഷ്ടം വരും. അത് നല്ല റെഡി ക്യാഷിന് ഇങ്ങനത്തെ ഒരു വണ്ടി കൊണ്ടുപോകാം അല്ലേ? പെട്രോൾ ആയതുകൊണ്ട് വലിയ മെയിൻ്റെനൻസ് ആയിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാനും പറ്റും. പാർട്സ് കാര്യങ്ങൾ പറഞ്ഞ പോലെ അവൈലബിൾ ആണ്. ഓർഡർ ചെയ്താൽ കിട്ടും. മാരുതി പോലെ സുലഭമായിട്ട് കിട്ടില്ല എന്നേ ഉള്ളൂ. ഓർഡർ ചെയ്ത പാർട്സ് കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടും. സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫോർഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി പറഞ്ഞില്ല, പാർക്കിംഗ് സെയിലിന്റെ ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് സെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ വണ്ടി വിൽക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഇഷ്യൂസ് കാര്യങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ഇത് വരുന്നുണ്ട്. 14 ദിവസത്തെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഓൾറെഡി കുറച്ച് കസ്റ്റമേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടാവും. പേപ്പറൊക്കെ ഡെയിലി വായിക്കുന്ന ആൾക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കും ആ ഒരു ഇതെന്തായാലും ഉണ്ടാവും 14 ദിവസം കൊണ്ട്. അപ്പം കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതലാണ് പാർക്കിംഗ് സെയിൽ വെച്ചിട്ട് ഇപ്പം സോൾഡ് ഔട്ട് ആയിരുന്ന ഒരു 14 ദിവസം കൊണ്ട് മാക്സിമം നമ്മൾ പിന്നെ RC കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ജെന്യൂനിറ്റി ഉണ്ടാവും. അപ്പോൾ ലോക്കൽ ഡീലർഷിപ്പ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ടൈം എടുക്കും. അതിൻ്റെ ഒരു ഇത് വേണ്ട. ഇതിൻ്റെ വീഡിയോ തന്നെ കാണിക്കുന്ന പല വണ്ടികളും ഓൾമോസ്റ്റ് 1-2 ദിവസം കൊണ്ട് തന്നെ സോൾഡ് ഔട്ട് ആവാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ആകെ ഒരു കൈഗർ മാത്രമാണ് സ്റ്റക്കായി പോയത്. അതൊരു ലോണിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. ഇനിയിപ്പം ആ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വെന്യൂ വരികയാണെങ്കിൽ അത് അവൈലബിൾ ആണ് വണ്ടികളാ. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. ഇനി ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഇത് മാത്രമല്ല വേറെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. മാരുതി വണ്ടികളും എല്ലാം ഉണ്ട്. കാണിച്ചൊരു 10 വണ്ടി എന്ന് വെച്ചാൽ അതിലും കൂടുതൽ സ്റ്റോക്ക് ഉണ്ട്. 10 വണ്ടി എന്ന് വെച്ചാൽ ലെങ്തി വീഡിയോ ആകുന്നതുകൊണ്ടാണ് നമ്മളൊരു 10 വണ്ടി വെച്ച് ചെയ്തത്. കസ്റ്റമേഴ്സിന് എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ് പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരു 10 വണ്ടിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കറക്റ്റ് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്തുള്ള നമ്പറിൽ ആ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഫുൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്കും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ 6 lakhൻ്റെ അടുത്ത് ആവറായി. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ തന്നെ ഷെയർ കൊടുക്കുക. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. അർജു, നന്ദി, ബൈ.